ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ക്ലേ ഉണ്ടാക്കുന്ന കുറേ ആയി ആലോചിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് കിളച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കിളച്ചെടുത്താൽ മണ്ണ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ ഒരു ബക്കറ്റ് ഫുള്ള് ഇങ്ങനെ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇത്തിരി ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതിന് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും കമ്പോ കോലോ കയ്യോ ഒക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഓരോ തവണ അരിച്ചെടുക്കുമ്പോൾ ഇതിനെ കപ്പ് കൊണ്ട് ഇതിനെ അടിയിൽ നിന്ന് മിക്സ്ഡ് ആക്കിയിട്ട് അരിച്ചെടുക്കാൻ നോക്കുക. ഞാൻ ഫസ്റ്റ് ഇവിടെ 2 തവണ ഒന്ന് തോർത്ത് വെച്ച് അരിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നെറ്റ് യൂസ് ചെയ്തു കേട്ടോ. ഞാൻ അതൊക്കെ ഇങ്ങനെ വെച്ച് അരിക്കുമ്പോൾ നമുക്ക് കല്ലും മണ്ണൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്ക് കളയാം. മണ്ണ് പറഞ്ഞാൽ അതല്ല, ചരലിൽ മണ്ണ് പോയിട്ടാൽ മണ്ണ് കേട്ടോ. അതൊക്കെ നമുക്ക് എന്നിട്ട് കളയാം. എന്നിട്ട് ഞാൻ 2ാമത്തെ തവണ അരിച്ചെടുക്കുന്നുണ്ട്. ആ 2ാമത്തെ തവണ അരിച്ചെടുക്കുമ്പോൾ ഞാൻ തോർത്ത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഞാൻ അരിച്ചെടുക്കുമ്പോൾ താഴെ ഇതുപോലെ ഇങ്ങനെ ചളി അങ്ങനെ അടിയും കളിമണ്ണാണ് കേട്ടോ അത്. അപ്പോൾ എന്നിട്ട് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ 2 മണിക്കൂർ. പിന്നെ ഞാൻ വെച്ചത് വന്നപ്പോഴേക്കും നല്ല മഴയായിരിക്കും ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ചെയ്യേണ്ടൊക്കെ വെച്ച സ്ഥലത്ത് വന്ന് നോക്കിയിരുന്നു. അപ്പോൾ അവിടെ ഫുള്ള് ഇങ്ങനെ വെള്ളപ്പൊക്കം പോലെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനെ നിറയെ ഇറങ്ങി. അപ്പോൾ ഞാൻ അതിൽ കൂടെ ഇപ്പോൾ കുറച്ച് നേരം പോയി പിന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ വന്നിരുന്നു. പിന്നെ മഴയെല്ലാം മാറിയപ്പോൾ തന്നെ 2 മണിക്കൂറായി. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് തുറന്ന് നോക്കി. അപ്പോൾ അതിന് കലങ്ങിയ വെള്ളം പോലെയാണ്. ചിലർക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ അതിന് കലങ്ങിയ പോലെ കിട്ടും. ക്ലിയർ ആവണമെന്നും ഇല്ല കേട്ടോ നമ്മളിത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ ക്ലേ വരാണ്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് വെള്ളം നിന്ന് മാറ്റിയെടുക്കുക. ഫുള്ള് കാരണം നമുക്ക് പറ്റുന്നത്ര മാറ്റിയെടുക്കുക. എന്നിട്ട് ഞാൻ ബാക്കി വെള്ളം കളഞ്ഞ് ചെരിച്ച് വെച്ചിട്ട് പറ്റാവുന്നതൊക്കെ ഞാൻ കളഞ്ഞു. പിന്നെ ഞാൻ തോർത്ത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കുറച്ച് കളയുന്നുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാവും ഇതിലിങ്ങനെ ക്ലേ ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് നിർത്താം. പിന്നെ ഞാൻ അതിനുണ്ടല്ലോ വേറെ ബക്കറ്റിലേക്ക് ആക്കിയിട്ടോ ഒഴിക്കാൻ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അത് നേരത്തെ എടുത്ത് അതേ തോർത്ത് തന്നെ ഞാൻ എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ക്ലേയില്ലേ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നൂലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കിഴി പോലെ ഇങ്ങനെ കെട്ടി കൊടുക്കില്ലേ, അങ്ങനെ കെട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടുക. അപ്പോൾ തൂക്കി നമുക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ടാർപ്പായൊക്കെ വീട്ടിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളം ഇങ്ങനെ ഒറ്റും. പിന്നെ അതിങ്ങനെ രാത്രിയായപ്പോൾ ഞാൻ അതിനടുത്ത് ഇങ്ങനെ ഒരു തുണീൻ്റെ താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൊടുത്ത് പിന്നെ പിറ്റേ ദിവസം ഒരു 7 മണിക്കാകുമ്പോൾ ഞാൻ ഇങ്ങനെ പരത്തി വെച്ചു അതിനൊരു തുണിയിൽ. ആ തുണിയിൽ തന്നെ പരത്തേക്കാൻ പിറ്റേ ദിവസം അല്ലെങ്കിൽ വേറൊരു തുണിയിൽ പരത്തേക്കാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു 10 മണിക്കാകുമ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു റൗണ്ടിൽ പരത്തി വെച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും അതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ വല്ലാണ്ട് സെറ്റായിട്ടില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് കയ്യിൽ കിട്ടും. പക്ഷേ പട്ടാൻ പാടില്ല. പക്ഷേ എനിക്കിത് ധൃതി ചെയ്തൊന്നും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിന് നമുക്കിങ്ങനെ ഓരോ ഷേപ്പാക്കി എടുക്കണം. ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ നന്നായിട്ട് തന്നെ അതിനെ കുഴക്കണം. കണ്ടോ, ഇങ്ങനെ ഇത്രയും കിട്ടിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ യൂസ് ചെയ്യാം, ലൈറ്റായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അടുത്ത് എയർ ടൈറ്റ് കണ്ടെയ്നർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 4 പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. എൻ്റെ അടുത്തും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആക്കാം. ഞാൻ ഇങ്ങനെ 4 എണ്ണത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എയർ ടൈറ്റ് കണ്ടെയ്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് വയ്ക്കാം. എന്തായാലും ഞാൻ ഇങ്ങനെ ആക്കുന്നുള്ളൂ. ഇനി എന്തായാലും ഇതിൻ്റെ ഒരു ഉണ്ടാക്കുന്ന വീഡിയോ വേണമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ലൈക്ക് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വരും. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ കേട്ടോ. സോ ടാറ്റാ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നും കൂടി ടാറ്റാ. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ചിലർക്കൊന്നും ഉണ്ടായി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നല്ല, ഉണ്ടാക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ നേരായി വന്നില്ല. ഇത് ഞാൻ 2ാമത്തെ തവണ ഉണ്ടാക്കിയപ്പോഴാണ് നേരായി വന്നത്.
അങ്ങനെ എന്തായാലും അപ്പം ഇത്രയുള്ള വീഡിയോസോ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ.